കൈഗർ വെഹിക്കിളിൻ്റെ ടയർ പ്രഷറിൻ്റെ വാണിംഗ് ലാമ്പ് എങ്ങനെ റീസെറ്റ് ചെയ്യാന്നുള്ളത് നോക്കി നോക്കാം നമുക്ക്. നോർമലി ഇതിനകത്ത് ടയർ പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വാണിംഗ് ലാമ്പ് അതിനകത്ത് കത്തി കിടക്കും. അതേപോലെ തന്നെ ഇവിടെ സർവീസിൻ്റെ ഒരു സിമ്പലും കാണിക്കും. സെൻസറിൻ്റെ റിലേറ്റഡ് ആയ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുക. ഇതിപ്പോൾ നോർമലി ടയർ പ്രഷർ കുറഞ്ഞുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ ടയർ പ്രഷർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടയറിൽ കുറവുണ്ടായിരുന്നു എയർ. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഈ വാണിംഗ് ലാമ്പ് കെടുത്താൻ നോക്കാം, അതായത് റീസെറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, അത് ഇഗ്നീഷൻ്റെ ഓണിലിടുക. ഇഗ്നീഷൻ ഓണിലിട്ടതിന് ശേഷം നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിലൊരു ബുക്ക് ബട്ടൺ ഉണ്ട്. ആ ബുക്ക് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അതിനകത്ത് ഈ ഓക്കെ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇതുപോലെ റീസെറ്റ് കാണിക്കും. ജസ്റ്റ് റീസെറ്റിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ വാണിംഗ് ലാമ്പ് പോയി. നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഈ വാണിംഗ് ലാമ്പ് അഡീഷണലായിട്ട് കാണിച്ചേക്കുന്നത് സർവീസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാണിംഗ് ലാമ്പും കൂടി ഉണ്ടാവും. സർവീസ് റിക്വയർഡ് കാണിക്കുകയാണ്. അപ്പോൾ അതും കൂടി വരും. നോർമലി വാണിംഗ് ലാമ്പ് വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ സിമ്പലും കൂടി വരാറുണ്ട്. നമ്മൾ റീസെറ്റ് ചെയ്തതിന് ശേഷം പോകണമെന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സർവീസ് ഓൾറെഡി ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ സർവീസ് റിക്വയർഡ് കാണിക്കുന്നുണ്ട്. അതിൻ്റെ വാണിംഗ് ലാമ്പ് കൂടിയാണ് വന്നിട്ടുള്ളത്.